ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിവരം അറിഞ്ഞ് ഗോവിന്ദ് അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മഹേഷും ഡോക്ടറെ കൂടി മഹേഷ് പറയുന്നുണ്ട്, ഒരു സ്ത്രീയാണ് നമ്മുടെ ഗീതുവിനെ ഇവിടെ എത്തിച്ചത്. അത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് നമുക്ക് ഗീതുവിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റിയത്. ഒരു മേജർ ഓപ്പറേഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ സ്ത്രീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നന്ദി പറയാമെന്നൊക്കെ പറയാട്ടോ. അതേസമയം നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മയാണ് കേട്ടോ നമ്മുടെ ഗീതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഗോവിന്ദൻ്റെ അമ്മയാണെങ്കിൽ സാരി തലകൂടി ഇട്ടിട്ട് ഇങ്ങനെ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്ന്. അതിനുശേഷം അവിടെ നിന്ന് കാറിൽ കയറി പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ഗീതുവിന് ഒരു മേജർ ഓപ്പറേഷൻ നടക്കാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ ആകെ ടെൻഷനോടെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വരാണ്. അപ്പോൾ തന്നെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഡോക്ടർ ഗീതുവിനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മേജറായിട്ടുള്ള ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല, അതിന് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് എൻ്റെ ഗീതുവിനെ കണ്ടോട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഡോക്ടർ ശരി ഗോവിന്ദ് കണ്ടോളൂ എന്ന് പറയാം. അങ്ങനെ ഗോവിന്ദ് കാണാൻ കയറി വരാണ്. അങ്ങനെ കാണാൻ കയറി വരുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഗോവിന്ദിനെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഗോവിന്ദ് നമ്മുടെ നേഴ്സിൻ്റെ അടുത്തൊരു ആഗ്രഹം പറയാണ്, ഇപ്പോൾ ഉള്ള താലിമാല ഊരിയില്ലേ, അവൾക്ക് ബോധം വരുമ്പോൾ അവളെ കഴുത്തിൽ താലിമാല നിങ്ങൾക്ക് ഒരുപാട് സങ്കടമാവും, അതുകൊണ്ട് ഞാൻ ഈ താലിമാല അവളെ കഴുത്തിൽ കെട്ടിയോട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, അതിന് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും പുറത്തു വന്നതിന് ശേഷം ആഭരണങ്ങളൊക്കെ ഇടാൻ പാടുന്നൊക്കെ പറയും. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തും നമ്മുടെ ഗോവിന്ദ് ചോദിക്കുകയാണ്, ഞാൻ താലിമാല ഇട്ട് കൊടുത്തോട്ടെ, അത് അവൾക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകും, അവൾ ഒരിക്കലും ഈ താലിമാല കഴുത്തിൽ നിന്ന് ഊരിടുന്ന ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തോട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഡോക്ടർ തൻ്റെ സ്നേഹമായി താൻ ഇട്ട് കൊടുത്തെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ കഴുത്തിൽ ഒന്നുകൂടി താലി ചേർത്താണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ഒന്നുകൂടി നമ്മുടെ ഗോവിന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട്, താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമ്മുടെ ഗീതു എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ നമ്മുടെ ഗീതുവിനെ നോക്കുകയാണ് ഗോവിന്ദ്. പിന്നീട് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്ന ഗോവിന്ദിന് ഒരു ഫോൺ കോൾ വരാണ് കേട്ടോ. അത് രാധികയാണ് കേട്ടോ. അപ്പോൾ മഹേഷ് ഗീതുവിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതാണെങ്കിൽ രാധികയാണെങ്കിൽ ലൗഡിലിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ അനിയൻ്റെ ഭാര്യയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവളാകെ ടെൻഷനിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ നമ്മുടെ രാധിക ഞാൻ ബാംഗ്ലൂർക്ക് വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നോളാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതേസമയം നമ്മുടെ രാധികയാണെങ്കിൽ ഗോവിന്ദൻ്റെ അനിയനെ ഇത് അറിയിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ അവളെ തീർക്കാനായിട്ടൊരു അവസരം നോക്കി നടക്കായിരുന്നു. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഈ കെടുപ്പിൽ അവളെ തീർന്നോളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.